Hello, hi everyone. Welcome to previous year question paper discussion. ഇന്ന് നമ്മൾ സ്പോട്ടിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്പോട്ടിംഗ് എറേഴ്സിൻ്റെ കോൺസെപ്റ്റ് ക്ലാസ്സും പ്രോബ്ലം സോൾവിങ് ക്ലാസ്സസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടും അതെങ്ങനെ സോൾവ് ചെയ്യണമെന്നതിനെ പറ്റിയിട്ടൊക്കെയുള്ള ഒരു ഐഡിയ വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് മുന്നേ ചോദിച്ച ചോദ്യ പേപ്പറുകളിൽ നിന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെഷനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1. Certain parts in the following sentence are underlined. One of the parts has an error. Identify that part from the given options. ഐഡൻറ്റിഫൈ ദാറ്റ് പാർട്ട് ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. അപ്പോൾ നമുക്ക് ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ചില പോർഷൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ എററും ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എറർ ആയിരിക്കാം ദാറ്റ് ഈ അണ്ടർലൈൻ ചെയ്ത പോർഷനിൽ തന്നെ എറർ ഉണ്ടാവണം എന്നില്ല, കാരണം ഓപ്ഷൻസിൽ വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. Mr. Gupta, our chairman, accompanied by his secretary, have arrived at the office. Okay, Mr. Gupta, our chairman, accompanied by his secretary, have arrived at the office. Accompanied at the office, his secretary have. ഇവിടെ ഹാവ് അണ്ടർലൈൻ ചെയ്യാൻ അവർ മറന്നിട്ടുണ്ടാവണം. ഓക്കെ, സോ ഇതിൽ ഏതാണ് മിസ്റ്റേക്ക് വരുന്നത്? നമ്മൾ സ്പോട്ടിംഗ് എറേഴ്സിൻ്റെ ഒത്തിരി കോൺസെപ്റ്റ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ രീതിയിൽ നമ്മൾ എറർ നോക്കണം, സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ്, വേർബ്സ്, അഡ്ജക്റ്റീവ്സ്, അങ്ങനെയൊക്കെ. ഇതിനകത്ത് സിമ്പിളാണ്. മിസ്റ്റർ ഗുപ്ത ചെയർമാൻ അക്കംപനീഡ് ബൈ ഹിസ് സെക്രട്ടറി. ഹാവ് വരത്തില്ല, പകരം എന്താണ് വരുന്നത്? ഹാസ് ആണ് വരുന്നത്. ഓക്കെ, സോ ബിക്കോസ് സബ്ജക്റ്റും വേർബും അഗ്രി ചെയ്യണം, അതുകൊണ്ടാണ്. ഓക്കെ, സോ ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. ഹാവ് അല്ല വരേണ്ടത്, ഹാസ് ആണ് വരേണ്ടത്. ഓക്കെ, ആൻഡ് ദിസ് ക്വസ്റ്റ്യൻ വാസ് ടേക്കൺ ഫ്രം JIPMAT 2021. ഓക്കെ, ദെൻ ഫൈൻഡ് ദ എറോണിയസ് പാർട്ട് ഓഫ് ദ ഗിവൻ സെൻറ്റൻസ്. എറോണിയസ് എന്ന് പറഞ്ഞാൽ ഇൻകറക്റ്റ് ആണ്. ഇൻകറക്റ്റ് എന്നാണ് എറോണിയസിൻ്റെ വേർഡ് മീനിങ്. അപ്പോൾ എറോണിയസ് എന്ന് പറയുമ്പോൾ ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കരുത് കേട്ടോ. ഇൻകറക്റ്റ് പാർട്ട് ഓഫ് ദ ഗിവൻ സെൻറ്റൻസ്. ഓക്കെ, question number 2. The war of Mahabharata is the full-length illustration of a righteous war. Sentence fragmented ആയിട്ടാണ് തന്നിരിക്കുന്നത്, ABC ആയിട്ട്, ആൻഡ് D is for no error. The war of Mahabharata is the full-length illustration of a righteous war. ഇന്നത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് the war of Mahabharata എന്ന് കൊടുക്കണ്ട, ഇൻസ്റ്റെഡ് the Mahabharata അല്ലെങ്കിൽ മഹാഭാരത എന്ന് പറഞ്ഞാലും മതി, മഹാഭാരത എന്ന് പറഞ്ഞാലും മതി. മഹാഭാരത ഇസ് എ ഫുൾ ലെങ്ത് ഇല്ലസ്ട്രേഷൻ ഓഫ് എ റൈറ്റിയസ് വാർ. അതാണ് ഇവിടുത്തെ എറർ. സോ ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. ദിസ് ക്വസ്റ്റ്യൻ വാസ് ടേക്കൺ ഫ്രം IPMAT Rohtak 2020. ഓക്കെ, question number 3. To perform this experiment, drop little sugar into a glass of water. No error. To perform this experiment, drop a little sugar. Drop a little sugar. Option B is the answer. This question was also taken from IPMAT Rohtak 2020. Then, read each sentence to find out whether there is any grammatical error in it. The error, if any, will be in one part of the sentence. The letter of that part is the answer. If there is no error, the answer is no error. Ignore the errors of punctuation, if any. അപ്പം നമുക്ക് സെൻറ്റൻസ് തന്നിട്ടുണ്ട്, ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടാണ് തന്നിരിക്കുന്നത്, 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഏത് പാർട്ടിലാണ് എറർ എന്ന് കണ്ടുപിടിക്കുക. എറർ ഒന്നും ഇല്ലെങ്കിൽ നോ എറേഴ്സ് മാർക്ക് ചെയ്യുക. When I were a newspaper journalist, I always relied on the news editor and the subs to put things right. Simple question ആണ്. When I were അല്ല, when I was. When I was ആണ് വരേണ്ടത്. And this question was taken from IPMAT sample paper Rohtak 2020. Okay. Then, question number 5. I could count on one hand the things I know about my friend. I could count on one hand the things I know about my friend. ഇവിടെ no വരില്ല, because could is used. could വരുമ്പോൾ ഇവിടെ new ആണ് വരേണ്ടത്. I could count on one hand the things I knew about my friend. Okay, this question was also taken from IPMAT sample paper Rohtak 2020. ഓക്കെ, ഇത്രയാണ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത് സ്പോട്ടിംഗ് എറേഴ്സിൽ നിന്ന്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ളത്. ആൻഡ് നിങ്ങൾ ഈ ഒരു ഏരിയ തറവാക്കി വെക്കുക. കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എറേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കി വെക്കുക, വാല്യൂ ആഡഡ് നോട്ട്സ് റെഫർ ചെയ്യുക, ആൻഡ് ടോപ്പിക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക. വിൽ സീ ഇൻ അനദർ വീഡിയോ. താങ്ക് യു.